ഹലോ നമസ്കാരം. ഡേ 2 ഓഫ് ടോക്കിംഗ് അബൌട്ട് എ സോഷ്യൽ ഇഷ്യൂ. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഒരു പാട്രിയാർക്കൽ അഥവാ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡൊമസ്റ്റിക് സ്പിയറിൽ, അതായത് കുടുംബങ്ങളിൽ തുടങ്ങി വർക്ക് സ്പേസ്, തൊഴിലിടങ്ങളിൽ വരെ എത്തി നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കുള്ള സ്വാധീനവും സ്ത്രീകൾക്കുള്ള സ്വാധീനം വേറിട്ടത് തന്നെയാണ് എന്നുള്ളതിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അവിടെയാണ് ഈ സമത്വം അഥവാ ഇക്വാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നത്. സമത്വം നേടാൻ വേണ്ടി ഒരുപാട് കൂട്ടം ആൾക്കാരും ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒക്കെ മുൻപോട്ട് വരുമ്പോൾ അതിനെതിരെ ഒരു വിമർശനമായിട്ട് എപ്പോഴും വരുന്ന ഇന്ത്യൻ മഹാരാജ്യത്തിലെ നിയമങ്ങൾ എപ്പോഴും സ്ത്രീപക്ഷപാതമാണ്, സ്ത്രീകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്വാളിറ്റി ഇനിയും എത്തിയിട്ടില്ലേ? ഇപ്പം സ്ത്രീകൾ ചെയ്യാത്ത ജോലികളും കണ്ടുവരാത്ത മേഖലകളിലും എല്ലാം ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും സമത്വമില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മളെല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന, ചെറുപ്പം മുതൽ പ്രായമുള്ളവരാണെങ്കിലും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര മേഖല. അപ്പം അവിടെയും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും ലിംഗവ്യത്യാസങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും നടക്കുന്നുണ്ടെന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര ഒരു മിസ്റ്ററി നിറഞ്ഞതാണ്, അതിനോടൊപ്പം തന്നെ ഭയാനകവുമാണ്. അപ്പം ഇതിനോടൊക്കെ മനസ്സിലായി കാണും. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആദ്യം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എന്നാലും ഒന്നും കൂടി പറയുകയാണെങ്കിൽ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? 2017 നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് വളരെയധികം സുപരിചിതമാണ് എല്ലാവർക്കും. അപ്പം അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അത് കേരള സമൂഹത്തിന് മൊത്തം, അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള ആൾക്കാരെ ആണെങ്കിലും അത്തരത്തിലുള്ള ഏറ്റവും ഭയമുണ്ടാക്കിയ അല്ലെങ്കിൽ ആശ്ചര്യത്തിൽ എത്തിച്ച ഒരു സംഭവമായിരുന്നു. അത് വളരെയധികം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പം ഒരു നിയമപരമായ ഉള്ള ചട്ടക്കൂടുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വം ഇടമെന്ന് കാണുന്ന ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ സർക്കാർ നിയമിച്ച ഒരു 3 അംഗ പാനൽ ആണ്. അത് 2017 ജൂലൈയിൽ നിയമിച്ചൊരു 3 അംഗ പാനൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ മുതിർന്ന നടി ശാരദയും മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും കൂടെ ചേർന്നുള്ള ഒരു പാനലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പം അവർ എന്തിനെയൊക്കെ പറ്റിയിട്ടാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖല ഉണ്ടാകുന്ന വേതന വ്യത്യാസം, പുരുഷന് കിട്ടുന്ന വേതനവും സ്ത്രീക്ക് കിട്ടുന്ന വേതനവും, അതുപോലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കുള്ള സൗകര്യമില്ലായ്മയും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശരിയായ ഫോറത്തിൻ്റെ അഭാവവും എന്ന് തുടങ്ങി ഒരുപാട് ഒട്ടനേക പ്രശ്നങ്ങളെ നോക്കിക്കണ്ട ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പം ഇത് സർക്കാരിൻ്റെ മുൻപിലേക്ക് ഈ ഒരു പാനൽ ഉണ്ടാക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്തത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അല്ലെങ്കിൽ WCC എന്ന് പറഞ്ഞ ഈ 2017 നടിയെ ആക്രമിച്ച കേസിന് തുടർന്നുണ്ടായിട്ടുള്ള സ്ത്രീകൾ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഇതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്തത്. അപ്പോൾ ഇവർ 2019 ഡിസംബർ 31 നമ്മുടെ സർക്കാരിന് ഈ പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ട് 233 പേജുകളുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അപ്പം അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്തിൽ പറയപ്പെടുന്നത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു വിത്ത് എവിഡൻസ്, തെളിവുകൾ പ്രകാരം അവരവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും നാളൊരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചലച്ചിത്ര മേഖലയിൽ ഇനി അതിനു വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ട്രിബ്യൂണലിനെ വേണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം ഇത്രയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇതാദ്യം പുറത്ത് വന്നപ്പോൾ കൂടുതൽ ആൾക്കാരും, അപ്പം നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന എന്ത് തെറ്റാണ്. അപ്പോൾ ആൾക്കാർ ആദ്യം അല്ലെങ്കിൽ മീഡിയ ആദ്യം നോക്കി കണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ശ്രമിച്ചത്, എല്ലാവരുമല്ല അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യാൻ ശ്രമിച്ചത്, സർക്കാർ എന്തുകൊണ്ട് 2019 ലഭിച്ച റിപ്പോർട്ട് 2024 ഓഗസ്റ്റ് 19 വരെ നോക്കിയിരുന്നു പുറത്ത് വിടാനെന്നുള്ള കാര്യം. അപ്പം സർക്കാർ തന്നെ അതിന് വ്യക്തമല്ലാത്ത രീതിയിലുള്ള, തികച്ചും പറയാൻ പറ്റില്ല, ബിക്കോസ് എല്ലാ ഒരു കാര്യത്തിനും അതിൻ്റെതായ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും. എന്നാൽ അതിന് വേണ്ടുന്ന കാരണങ്ങൾ പറയപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട് ഇത്രയും താമസിച്ച് ഇത്രയും വർഷമെടുത്തു, ഒരു 5 വർഷത്തോളം എടുത്തു, ഒരു 4 വർഷത്തോളം എടുത്തു ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പുറത്തു വിടാൻ വന്നത്. അത് അത്രത്തോളം സീരിയസ്നെസ് ആയിട്ടുള്ളൊരു ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പോലും എന്നുള്ള കാര്യം. പക്ഷേ നമ്മളിപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ സർക്കാരിൻ്റെ പ്രശ്നത്തിനെ പറ്റിയിട്ടാണോ പറയുന്നത്? അതായത് സർക്കാർ പറയപ്പെടുന്നത് 1 കോടി രൂപയോളം ഈ കമ്മിറ്റി വർക്ക് ചെയ്യാനും റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാനും സർക്കാരിന് ചിലവായിട്ടുണ്ടെന്നാണ്. അപ്പം അതൊന്നും ആൾക്കാർ നോക്കിക്കാണുന്നില്ല. പകരം സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വേറൊരു കാര്യം, നമ്മൾ ശരിക്കും കുറ്റപ്പെടുത്തേണ്ടത് എന്താണ്? ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തോൽവി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ ധൈര്യമായിട്ട് കോൺഫിഡൻസ് കിട്ടിയിട്ട്
കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിനിമയിൽ കുറേ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കുറേ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിലും പ്രസ് മീറ്റും ഒക്കെ വിളിച്ചിട്ട് ഇന്ന് കുറേ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ AMMA സംഘടന, മലയാള ചലച്ചിത്ര സിനിമയിലെ ആൾക്കാരെ എല്ലാം നിയോജിപ്പിച്ചുകൊണ്ട് നടക്കുന്നൊരു സംഘടനയാണ്. അതിലെ പ്രധാന റോളുകളിൽ ഇരിക്കുന്ന പലരെയും അക്യൂസ്ഡ് ആയിട്ട്, അതായത് കുറ്റവാരോപിതരായിട്ട് ഉള്ള കംപ്ലയിൻറ്റ്സ് വന്നിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലും ഒക്കെ വന്ന് പ്രസ് മീറ്റ് സഹിതം പറയപ്പെടുകയുണ്ടായി. AMMA സംഘടനയുടെ ജനറൽ സെക്രട്ടറി തുടങ്ങി എല്ലാവരും, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെക്കുന്നതായിട്ട് കാണപ്പെടുന്നു. പിന്നീട് വാർത്താ സമ്മേളനത്തിൽ വരുന്ന മുൻ പ്രസിഡന്റിന് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാൻ പറ്റാതെ വരുന്നു. അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു സംഘടനയിൽ നിന്ന് ഇത്രയും ആൾക്കാരെ, പ്രധാന റോളിലിരിക്കുന്ന കുറേ ആൾക്കാരെ, സ്ഥാനത്തിരിക്കുന്ന കുറേ ആൾക്കാർക്കെതിരെയുള്ള കുറ്റാരോപിതരായപ്പോഴും അപ്പം ഇന്നും കുറേ ഫാൻ പേജുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവരെയൊക്കെ ആരാധിക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും. ശരി എന്ത് തെറ്റെന്ത് എന്ന് ഇതുവരെ തെളിയിക്കാത്തൊരവസരത്തിൽ നിങ്ങൾ ആരെയാണ് ശരിയാക്കാൻ നോക്കുന്നത്? ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്? അപ്പം നമ്മുടെ നാട്ടിലൊരു കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട്. ഈ ഒരു കേസൊക്കെ, ഇത്തരത്തിലുള്ള കേസുകൾ കുറേ ഫയൽ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങളും കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീഡിങ്സും കോടതിയിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഫാൻ പേജുകളൊക്കെ വന്നിട്ട് വീണ്ടും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാനായിട്ട്, ഞങ്ങളുടെ ആളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സോ ആൻഡ് സോ സെലിബ്രിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം വീണ്ടും ഈ ഒരു പ്രശ്നം ജനറലായിട്ട് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? എത്രത്തോളം ആൾക്കാർ, എത്രത്തോളം നടികൾ വന്നിട്ട് നടന്മാർക്കെതിരെയായിട്ടും അല്ലെങ്കിൽ സംവിധായകർക്കെതിരെയായിട്ടും സാങ്കേതിക വിദഗ്ധർക്ക്, സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്ക് എതിരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾ ഇനിയും എവിടെയും സേഫല്ല. ഇപ്പം ഞാനിന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, എനിക്ക് വേണമെങ്കിലും ഉണ്ടാകാവുന്ന അപകടമേ ഉള്ളൂ എല്ലാവർക്കും കാണപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലും ഉണ്ടാവുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്കും പലർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഇനിയും ചിന്തിക്കുക, സമത്വം ഉണ്ടായിട്ടുണ്ടോ? എംപവർമെൻറ്റ് വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഓൾറെഡി എംപവേർഡ് ആണ് എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തിങ്ക് അഗെയിൻ, ആർ വി റിയലി എംപവേർഡ്? ഓർ ഇക്വാളിറ്റി എത്തിയിട്ടുണ്ടോ? സ്ത്രീകൾക്കെല്ലാം എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സോ താങ്ക് യു ഫോർ വാച്ചിങ്.